അപ്പോഴൊന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതിയപ്പോൾ വേറെ പോകാനുള്ള ഒരു സ്ഥലവും കണ്ടില്ല. അപ്പോൾ വേഗം തന്നെ വീട്ടിനടുത്തുള്ള സഫാരി മാളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പോയത് കേട്ടോ. അവിടെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്, ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മസാജ് ചെയർ ഉണ്ടായിരുന്നു. ആ മസാജ് ചെയറിൽ ഞാനിങ്ങനെ കയറിയിരുന്ന ഒരു കോയിൻ ഇട്ട് മസാജ് ചെയ്ത് കേട്ടോ. സാധാരണ 2-3 കോയിനൊക്കെ ഇടുന്നതായിരുന്നു, പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ഒരു കോയിൻ മാത്രം ഇട്ടിട്ട് ഞാനങ്ങ് മസാജ് ചെയ്ത്. എന്നിട്ട് നോക്കിയപ്പോഴും അതിൻ്റെ സൈഡിലൊരു 3 ബ്യൂട്ടി പാർലറുകൾ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ 3 ബ്യൂട്ടി പാർലറിലൊക്കെ തിരക്കൊക്കെ ഉണ്ടാവുമോ, ലാഭമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ആശങ്കപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനിങ്ങ് പോന്നപ്പം തൊട്ടപ്പുറത്ത് തന്നെ പ്ലേയിങ് ഏരിയ തന്നെ, കുട്ടികളുടെ പ്ലേയിങ് ഏരിയ തന്നെയായിരുന്നു. ഇതാട്ടോ നമ്മുടെ മസാജിങ് ചെയറേ. കാണാത്തവർ കണ്ടോളൂ. ഇതേ പേരൻസൊക്കെ ഇരിക്കുന്നത് കണ്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. ആ പ്രതിമകളുടെ മുകളിലൊക്കെ കുട്ടികൾ കയറി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പോയത് ഡോൾസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഡോളുകളെ ഞാൻ എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല. എനിക്ക് കുറേ ഡോൾസൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ആവശ്യമെത്താതെ ഞാൻ മേടിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഡോൾസുകളെ ഇങ്ങനെ ടെഡി ബിയറിനൊക്കെ വിശദമായി കണ്ടു. കുറേ സൈസ് സാധനം, പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല. അപ്പം എന്നെപ്പോലെ തന്നെ ഈ പ്രായത്തിലും ഈ പാവക്കുട്ടികളും ടെഡി ബിയറൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ പാവക്കുട്ടികളുടെ കൂടെ, ഈ ടെഡി ബിയറിൻ്റെ കൂടെ, വലിയ ടെഡി ബിയറിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തേക്കാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് കുട്ടികളുടെ കളിയെല്ലാം ആസ്വദിച്ച ശേഷം കുറച്ച് നേരം പയ്യെ നടന്ന് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു